ഹലോ ഗായ്സ്, എല്ലാവർക്കും ഗെയിംസ്റ്റർ എക്സ്പ്രോയുടെ പുതിയ വീഡിയോയിലേക്ക് അതെന്താ വന്നതാണ്. അപ്പോൾ ഇന്നും ഒരു സന്തോഷ വാർത്തയായിട്ട് തന്നെയാണ് ഞാൻ വന്നേക്കാൻ. കഴിഞ്ഞ ദിവസം നമ്മളൊരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ബസ്, സെക്കൻഡ് ഹാൻഡ് തന്നെ ഒരു ബസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ എടുക്കാൻ പോണത് എന്താണ് ഗൈസ്? യെസ്, നമ്മളിന്ന് എടുക്കാൻ പോകുന്ന ഒരു ട്രാവലറാണ്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തൊരു ട്രാവലറാണ്. ആ വണ്ടി ഫുള്ള് രാത്രി മിന്നിട്ട് തിളങ്ങും ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ. അത് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആ വണ്ടിയിൽ ഇട്ടേക്കണേ. ആ വണ്ടി കിടുക്കാച്ചി വണ്ടിയാണ്. ഞാൻ അവിടെ പോയി കണ്ടെടുത്ത ഒരു വണ്ടിയാണ്. ഇപ്പോൾ ഇന്നലെയാണ് ഞാൻ ആ വണ്ടി വാങ്ങിച്ചത്. ഇന്നലെ ആ വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത്. ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ സ്ഥലം. അതെൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടി തന്നെയാണ്. ഞാനിപ്പോൾ നാട്ടിൽ ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ വണ്ടി എടുത്ത് നാട്ടിലേക്ക് വന്നു. അപ്പോൾ അവൻ ഗൾഫിലായ കാരണം ഈ വണ്ടി അങ്ങനെ ആരും ഓടിക്കണില്ല. അപ്പോൾ നമ്മൾ ഈ വണ്ടി എടുത്തോളാൻ പറഞ്ഞു. നമ്മൾ ഇനിയും ഒരു സന്തോഷ വാർത്തകൾ വരാൻ പോവാണ്. നമ്മളെ റേഞ്ച് റോവർ കൊടുത്തു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ ഒരു ഫോർച്യൂണർ വരും ഗൈസ്. ഒരു ഫുൾ ഓപ്ഷൻ ഫോർച്യൂണർ വരുന്നതായിരിക്കും. ഇവിടെ എത്ര ബ്ലോക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറണില്ല എനിക്കൊന്ന്. ഓക്കെ, തട്ടോ ഗൈസ്, തട്ടിയില്ല. ഫുൾ ഓപ്ഷൻ ഫോർച്യൂണർ വരുന്നതായിരിക്കും. അത് ഏതാ കളറ് എന്ന് നിങ്ങളൊന്ന് ഗസ് അടിക്കണം. നമുക്ക് ഇവിടെ ആയിട്ട് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിടാം. എന്ന് വെച്ചാൽ ഞാൻ ഈ വണ്ടി ഓടിക്കാണ്ടിരിക്കുന്നില്ല. ഈ വണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുക്കും, മറ്റേ വണ്ടി ഇടയ്ക്കിടയ്ക്ക് എടുക്കും, എല്ലാ വണ്ടി ഇടയ്ക്കിടയ്ക്ക് എടുക്കും. പക്ഷെ എനിക്ക് റേഞ്ച് റോവർ പോയെന്ന് നല്ല സങ്കടമുണ്ട്. ഞാൻ എപ്പോഴും കൊണ്ടെടുക്കണുണ്ട്. ഇതേ ഇവിടെ ഒരു ബസ് നോക്കുന്നുണ്ട്. യെസ് ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടി. ഫോഴ്സ് എന്നൊക്കെ എഴുതി പറഞ്ഞൊരു വണ്ടിയാണ്, ട്രാവലറാണ് നമ്മുടേത്. ഇതിൻ്റെ ഉള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വണ്ടി ഇപ്പോൾ കണ്ടാൽ നിങ്ങൾക്കൊരു ബോറ് ഫീലിംഗ് ഒക്കെ ഏറ്റവും തോന്നുന്നുണ്ടാവുക. പക്ഷെ ഈ വണ്ടി ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ മിന്നിത്തിളവും ഗൈസ്. നോക്കിയാൽ നിങ്ങൾ ഫുള്ള് കണ്ടോ? ഫുള്ള് നോക്കിക്കോ, കണ്ട. ഞാനിനി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് നോക്കട്ടെ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറട്ടെ. യെസ് ഗൈസ്, ഇതാണ് എൻ്റെ ഉൾഭാഗം. ഫോഴ്സ് എന്നോട് ലോഗോ F1 ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇത് ഹാൻഡ് ബ്രേക്ക് മറ്റേ വണ്ടികളൊക്കെ. സൗണ്ട് കിടക്കാച്ച്. ലൈറ്റ് ഇട്ട് നോക്കാം ഗൈസ്. നമുക്ക് ലൈറ്റിൻ്റെ ഓപ്ഷൻ ലൈറ്റ് ഇട്ടുണ്ട്. കുറേ സമയം ഇട്ടിട്ടുണ്ടോ നിങ്ങൾ? പിന്നെ അതിൻ്റെ അടിയിലത്തെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കണ്ടോ? ലൈറ്റ് കൊണ്ട് പിന്നെ ഇവിടുത്തെ ബാക്കിലത്തെ ക്യാമറ കാണാൻ പറ്റും. എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഈ വണ്ടിയിൽ. എനിക്കെന്തായാലും പേഴ്സണലി ഈ വണ്ടി ഇഷ്ടപ്പെട്ടു ഗൈസ്. ഞങ്ങൾ ഇഷ്ടപ്പെട്ടു പോയി ഈ വണ്ടി. എന്ത് ചെയ്യാനാ? സ്റ്റിയറിംഗ് ഒക്കെ അത് തടി കൊണ്ട് ഉണ്ടാക്കിയതാണെന്നുണ്ട് സ്റ്റിയറിങ്ങിൻ്റെ ഒരു ഭാഗം. നമുക്ക് പക്ഷെ ഡബിൾ ഇൻഡിക്കേറ്റർ ഇട്ടപ്പോൾ ബാക്ക് സൈഡൊക്കെ നോക്കാം. നിങ്ങൾ മിന്നിത്തിളങ്ങണത്. ഇനി മറ്റേ ക്യാമറ ഇട്ടിട്ട് പുറത്തും കൂടെ ഉണ്ടാകട്ടെ. ഗായ്സ്, പുറത്തുണ്ട് ഫോഴ്സ് എന്നൊക്കെ എഴുതി നല്ലോണം മിന്നിത്തിളങ്ങുന്നുണ്ട്. ഇനി വൈപ്പർ ഇടുമ്പോൾ വലുതും വരുമോ നോക്കാം. വൈപ്പർ ഇടുമ്പോൾ എന്തുറ്റാ മനസ്സിലാവണില്ലല്ലോ. മറ്റേത് ഓഫ് ചെയ്യാം. ഫോഴ്സ് നിന്ന് ബ്ലാക്ക് ആവും ബ്ലൂ ആവും, ബ്ലാക്ക് ആവും ബ്ലൂ ആവും. കിടക്കാച്ചി എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ആ മീറ്ററിൻ്റെ ഓരോ ലൈൻ പോയത് കണ്ടോ നിങ്ങൾ? ഫസ്റ്റത്തെ ഓപ്ഷൻ ഇവിടെ വരുന്നത് വിൻഡോ തുറക്കാനാണ്. നമ്മളിടത്ത് മാത്രമേ വിൻഡോ തുറക്കാൻ പറ്റുള്ളൂ, ബാക്കി എല്ലായിടത്തൊന്നും തുറക്കാൻ പറ്റില്ല. സെക്കൻഡ് ഒന്നുമില്ലല്ലോ. സെക്കൻഡ് എന്താ എനിക്ക് മനസ്സിലായില്ല ഗൈസ്. എന്തോ അടിയിൽ പോകും, മനസ്സിലായില്ല. നമുക്ക് എന്താ തേർഡ് ഇട്ട് നോക്കാം. എന്തോ പോകുന്നുണ്ട് ഗൈസ് അടിയിൽ നിന്ന്, എന്താണെന്ന് അറിയില്ല. തേർഡ് ബാക്കിലുണ്ട് കുന്ന് ലൈറ്റ്. നമ്മുടെ വിജയും പിന്നെ ഏതാള് എനിക്ക് മനസ്സിലായി. വിജയനെ മാത്രമേ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. എന്തായാലും നമുക്ക് ഈ വണ്ടി ഒന്ന് ഇവിടെ നിന്ന് ഇറക്കാം, അത്രേ ഉള്ളൂ. വൈപ്പർ ഫോഴ്സ് എന്ന് എഴുതി എനിക്ക് ഇഷ്ടപ്പെട്ടു. വണ്ടിയിലെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫോഴ്സ് മാത്രമല്ല ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും വണ്ടി പുറത്തേക്ക് ഇറങ്ങാം. യെസ് അതൊക്കെ ഇറക്കാം. നമ്മളെ ഫോർച്യൂണർ ആ സൈഡിൽ കൊണ്ടിട്ട് ഇവിടെ ഇടാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ സൈഡിൽ കൊണ്ടിട്ടുണ്ട് ഞാൻ ഫോർച്യൂണർ. ഇവിടെ നിറച്ച് ബ്ലോക്ക് ആയിരുന്നു. ഇപ്പോൾ ആ ബ്ലോക്കൊക്കെ മാറി. നമുക്ക് അവിടെ കൊണ്ടിടാം. ഇവിടുത്തെ ഉള്ള വണ്ടികൾ മാത്രമേ ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഈ വണ്ടി നമ്മളിപ്പോൾ വാങ്ങിച്ചില്ല. ഇപ്പോൾ ഇവിടെ അധികം നേരം ഇടാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഇട്ടിട്ട് നമുക്ക് വേഗം സ്ഥലം കാലിയാക്കാം. ഓക്കെ,
ഈ വണ്ടി ഞാൻ ഇങ്ങനെ ഫേസ്ബുക്ക് തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാം തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടതാണ്. വിൽപ്പനയ്ക്ക് 16 ലക്ഷത്തിന്. അങ്ങനെ കണ്ടിട്ട് വാങ്ങിച്ചതാണ് ഈ വണ്ടി. എന്തായാലും എനിക്ക് നല്ലോണം പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നിങ്ങൾ പിന്നെ ലൈക്കും ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്തോളൂ. നമ്മൾ റോഡ് ടു 10K ആണ്. ഓക്കെ. വണ്ടി കണ്ടിട്ട് എനിക്കൊരു എന്താ പറയുക, വണ്ടി കണ്ടിട്ട് എനിക്കൊരു കുളിർമ തോന്നുന്നു ഗൈസ്. ഞാൻ ഇങ്ങനത്തെ വണ്ടി എടുക്കണം ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാനും ക്യാമറയിൽ ഇങ്ങനെ ഫ്രണ്ട് ക്യാമറ ഇട്ടാണ് എൻ്റെ വണ്ടീൻ്റെ കൂടെ ഇരുന്നിട്ട് ഔട്ട്റോ പറയാം. അപ്പോൾ ഇന്നത്തെ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, ബൈ.